ഞാൻ ഒന്നാമത്തെ കേസ് സെലിബ്രിറ്റി അല്ലല്ലോ. ഞാൻ സെലിബ്രിറ്റി അല്ല സാർ. ഞാനൊരു നിങ്ങൾ അറിയാത്തോടെ എനിക്ക് പ്രശസ്തിയുണ്ട്, കുപ്രസിദ്ധിയുണ്ട്. ഇത് രണ്ടുമുള്ള ആളാ ഞാൻ. പ്രശസ്തിയുണ്ട്, കുപ്രസിദ്ധിയുണ്ട്. അതെല്ലാം പ്രൊഡ്യൂസേഴ്സിനും കാണും. അതെനിക്കറിയത്തില്ല. ഒരു കാര്യം എന്റെ കാര്യം ഞാൻ അതുകൊണ്ട് ഒരിക്കലും സെലിബ്രിറ്റി എന്ന് പറയും. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ഞാൻ എങ്ങും പോകുന്ന ഒരാളല്ല. ഞാൻ ലണ്ടനിൽ ചെന്നാൽ ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ കുടുംബവുമായി ജീവിക്കുന്ന ഒരാളാണ്. നമ്പർ 1. നമ്പർ 2, ഇവിടെയാണെങ്കിൽ ഞാൻ രാവിലെ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പോകും. തിരിച്ച് വീട്ടിൽ വരും. ഇപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് പള്ളിയിൽ പോക്കൊന്നും മുടങ്ങിയായിരുന്നു. ഞാൻ ജിമ്മിലൊന്ന് പോകണമെന്ന് ഒരാഗ്രഹം കയറിപ്പോയി. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ 2-3 കാര്യം വന്നിട്ട് ജിം ഇപ്പം മാറി അതങ്ങനെ നിൽക്കുന്നു. അപ്പൊ നോർമലി പള്ളിയിൽ പോകും, തിരിച്ചു വരും. തിരിച്ചു വന്നാൽ വീട്ടിൽ വന്ന് 9:30 ഇവിടെ വരും. 9:30 ഇവിടെ വന്നാൽ പിന്നെ ഞാൻ തിരിച്ചു വീട്ടിൽ പോകുന്നത് 6 മണിക്കാണ്. 6 മണിക്ക് വീട്ടിൽ ചെന്ന് പിന്നെ കുരിശുവരയായി, ഉളിയായി, ജപമായി, പ്രാർത്ഥനയായി കിടന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളിരിക്കുമ്പോൾ അവിടെയൊന്നും ഒരു കച്ചവടമില്ല. അവിടെ കുടുംബം മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. അത് നമ്മളങ്ങനെ ചിന്തിക്കണ്ടെന്നേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കങ്ങനെ ജാടയോ പത്രാസോ ഒന്നും നിങ്ങൾക്ക് അതിന് കിട്ടത്തില്ല. എന്നെ അടുത്തറിയുന്നവരാരും പറയത്തില്ല ഞാനൊരു അഹങ്കാരിയാണെന്ന്. പിന്നെ എനിക്കാകെയുള്ള പോരായ്മ എന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് പറന്നാ. അപ്പം ഞാൻ ഈ ഫോണിൽ കൂടെ വിളിക്കുന്ന ഞാൻ പലരോടും ആദ്യം തന്നെ പറയും, ദൈവമേ ക്ഷമിക്കണേ, ഞാൻ ചൂടാകുമല്ല കേട്ടോ എന്ന് പറയും.